ബഹുമാനപ്പെട്ട സമസ്ത നേരിടുന്ന വെല്ലുവിളികൾ നമ്മൾ വിചാരിക്കും വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ. മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഭയാനകമായ അവസ്ഥകളാണ്. സമസ്തയുടെ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്, സമസ്തയുടെ ഇന്നലകളെ കുറിച്ച് നമ്മൾ വായിക്കാത്തത് കൊണ്ടാണ്. സമസ്തയുടെ നാൾ വഴികൾ പഠിക്കുമ്പോ ഇതിനേക്കാൾ വലിയ മഹാദുരന്തങ്ങൾ, ഭീഷണികൾ, വലിയ വലിയ പ്രതിസന്ധികൾ ബഹുമാനപ്പെട്ട സമസ്ത നേരിട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. ലോകത്ത് മലയാളികളല്ലാത്ത ആളുകൾ പോലും ഇത് കേവലം മലയാളികളുടെ പണ്ഡിതനല്ല, ലോകത്തിന്റെ പണ്ഡിതനാണെന്ന് പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മുസ്ലിം ഉമ്മത്തിന്റെ മാനം കാക്കാൻ മലപ്പുറത്തിന്റെ മണ്ണിൽ മതം മാറിയ വിശ്വാസികളെ തിരിച്ചു കൊണ്ടുവരാൻ നാവ് കൊണ്ട് ആ സമൂഹത്തിന്റെ മുമ്പിൽ ഐതിഹാസികമായ ജിഹാദ് നടത്തിയ മഹാനായ പണ്ഡിതൻ. അങ്ങ് അബുദാബിയിലെ വിമാനത്താവളത്തിൽ മഹാന്മാരായ അറബി പണ്ഡിതന്മാർ വടിപിടിച്ച് മുത്താൻ മാത്രം ഓടി വന്നിരുന്ന മഹാപണ്ഡിത കേസരി അതായിരുന്നുവല്ലോ ശംസുൽ ഉലമ. നമ്മൾ കണ്ടതിനേക്കാൾ വലിയ അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഉടമ, പണ്ഡിതന്മാർ വളരെ കൃത്യമായി മനസ്സിലാക്കിയ പാണ്ഡിത്യത്തിന്റെ പ്രതീകം മഹാനായ ശംസുൽ ഉലമയെ സമസ്തയിൽ നിന്ന് പുറത്താക്കാൻ, സമസ്തയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കാൻ പ്രമേയം പാസാക്കിയിരുന്നു എന്ന് സമസ്തയുടെ ചരിത്രം വായിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അത്രത്തോളം വരുന്നവരല്ലല്ലോ ഈ ഇരിക്കുന്നവരൊന്നും, അത്രത്തോളം വരുന്നവരല്ലല്ലോ ഇന്നത്തെ മുശാവറയിലുള്ള നമ്മുടെ നേതാക്കളൊന്നും. ആ ആളുകൾക്ക് വെല്ലുവിളികൾ നേരിടുന്നുവെങ്കിൽ അതിനർത്ഥം ശംസുൽ ഉലമയെ പോലെയുള്ള അഗ്രഗണ്യരായ പണ്ഡിതന്മാർക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികളുടെ ആവർത്തനം മാത്രമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാ സമസ്തയുടെ നേതാക്കൾ, സമസ്തയുടെ ഉലമാക്കൾ ആക്രമിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആക്ഷേപിക്കപ്പെടുന്നത്? അവർ ചെയ്ത തെറ്റെന്താണ്? നമ്മളൊന്ന് പരിശോധിക്കണം. അവര് ചെയ്ത തെറ്റ് കച്ചവടത്തിൽ വഞ്ചന കാട്ടിയതല്ല. അവര് ചെയ്ത തെറ്റ് ഇവിടെയുള്ള മറ്റേതെങ്കിലും ആളുകളെ അവർക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അത് തട്ടിത്തെറിപ്പിച്ചതല്ല, അനർഹമായ സ്ഥാനമാനങ്ങൾ തട്ടിയെടുത്തതല്ല. എന്താണ് ഇവർ ചെയ്ത തെറ്റ്? ഇവര് ചെയ്ത തെറ്റ് ആദർശം പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ആദർശം പറഞ്ഞു. ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കിയത് എന്തിനാണ്? അത് ആദർശം പറയാനാണ്, മദ്രസ ഉണ്ടാക്കാനല്ല, മഹല്ലുണ്ടാക്കാനല്ല. അതൊക്കെയും ആദർശ പ്രചരണത്തിന്റെ വഴിയേ വരേണ്ട അനുബന്ധ ഘടകങ്ങൾ മാത്രമാണ്. അല്ലായിരുന്നുവെങ്കിൽ 1926 സമസ്ത രൂപീകരിച്ച ഉടനെ ചെയ്യേണ്ട പണി മദ്രസ ഉണ്ടാക്കലായിരുന്നു. തുടങ്ങിയിട്ടില്ലല്ലോ. 25 കൊല്ലം കഴിഞ്ഞു. 25 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 25 വർഷങ്ങൾ പിന്നിട്ട ശേഷമാണ്, 1/4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് സമസ്ത മദ്രസ ഉണ്ടാക്കാൻ തുടങ്ങിയത്, വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത്, മഹല്ല് സംവിധാനം ഉണ്ടാക്കിയത്, മഹല്ല് ഫെഡറേഷനൊക്കെ ഉണ്ടാക്കിയത്. പിന്നെയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. സമസ്തയുടെ ലക്ഷ്യം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, മദ്രസകൾ ഉണ്ടാക്കി, മഹല്ലുകൾ ഉണ്ടാക്കി, ഇതൊക്കെ ഞങ്ങളുടേതാണ് എന്ന് പൊങ്ങച്ചം നടിക്കലല്ല, ആദർശം പറഞ്ഞ് ആളുകളെ നേർവഴിയിലേക്ക് സഞ്ചരിപ്പിക്കലാണ്. അത് അതിൻ്റെതായ സമയങ്ങളിൽ സമസ്ത നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തബ്ലീഗ് ജമാഅത്തിനെ എതിർക്കാൻ ഇന്നും മലയാളി മനസ്സിന് സാധ്യമാവുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, അവിടെയുള്ള പണ്ഡിതന്മാർക്ക് പോലും സമസ്ത അന്ന് പറഞ്ഞതിന്റെ പൊരുള് കൃത്യമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല. തബ്ലീഗ് ജമാഅത്തിന്റെ അപകടം എന്തെന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ എന്നെപ്പോലെയുള്ള സമീപകാലത്തുള്ള പണ്ഡിതന്മാർക്ക് പോലും കഴിയൂല. അവരുടെ ആശയ വൈകല്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയൂല, ആളുകൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയൂല. എന്താ കാരണം? അവരുടെ വേഷം അങ്ങനെയാണ്, അവരുടെ നടത്തം അങ്ങനെയാണ്, അവരുടെ സംസാരവും അവരുടെ പെരുമാറ്റവും ആകർഷകമാണ്. ഇബാദത്തുകൾ നോക്കിയാലോ നമ്മളെക്കാൾ ഒരു പടി മുമ്പിലാണ് അവരെന്ന് തോന്നിപ്പിക്കുന്ന വിധം കയ്യിലുള്ള തസ്ബീഹ് മാലയും ചുണ്ടിൽ മുഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രധ്വനികളും സാധാരണക്കാരെ അതിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ നമ്മുടെ മഹല്ലുകളിൽ അവർക്ക് കടന്നു വരാൻ ഇടം കൊടുക്കുന്നില്ല. ആരാണ് തടഞ്ഞു വെക്കുന്നത്? അവിടെയുള്ള ഹതീബല്ല, അവിടെയുള്ള പണ്ഡിതന്മാരല്ല, അവിടെയുള്ള മദ്രസയിലെ ഉസ്താദുമാരല്ല. ആരാണ് നമ്മുടെ മഹല്ലിലേക്ക് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകനുമായി കടന്നു വരുമ്പോ ഇങ്ങോട്ട് വരേണ്ട,
നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനാണെങ്കിൽ പള്ളിയിൽ കയറാം, അതിലപ്പുറമൊന്നും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുന്നത് ആരാണ്? നമ്മുടെ നാട്ടിലുള്ള കമ്മിറ്റിക്കാരാണ്, സാധാരണക്കാരാണ്. സാധാരണ മുസ്ലിമീങ്ങൾക്ക് ഇവരിവിടെ പറ്റില്ലെന്ന ബോധമുണ്ടാക്കി കൊടുത്തത് ആരാണ്? ഒറ്റ ഉത്തരമേയുള്ളൂ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞു, തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണ്. എങ്ങനെയാണ് സമസ്ത പറഞ്ഞത്? അവരോടുള്ള അസൂയ കൊണ്ടോ? അവരിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നതിലുള്ള അസൂയ കൊണ്ടോ? അവരുടെ നടപടിയും ആരാധനാ രീതിയും കണ്ടിട്ട് അവരോട് അസൂയ കൊണ്ടാണോ സമസ്ത അങ്ങനെ പറഞ്ഞത്? അല്ല. ബഹുമാനപ്പെട്ട സമസ്ത തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിച്ചു. കേവലം പഠനമല്ല, രേഖാപരമായി പഠിച്ചു. അവരുടെ ആധികാരികമായ രേഖകൾ വെച്ചുകൊണ്ട് തെളിവ് സഹിതം പഠിച്ചു. റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ മഹാപണ്ഡിതന്മാരായ മുഷാവറ അംഗങ്ങളാണ്. അവര് കൃത്യമായി പഠിച്ച റിപ്പോർട്ട് മുഷാവറക്ക് സമർപ്പിച്ചു. ആ മുഷാവറെ സമർപ്പിച്ച റിപ്പോർട്ട് അവർ ചർച്ച ചെയ്തു. ചർച്ച ചെയ്തിട്ടും സമസ്ത തീരുമാനമെടുത്തില്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പേ വീണ്ടും അവസരം കൊടുത്തു തബ്ലീഗ് ജമാഅത്തിന്. ഞങ്ങൾ മനസ്സിലാക്കിയതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞങ്ങൾ മനസ്സിലാക്കിയത് അപാകതയാണെങ്കിൽ നിങ്ങളത് തിരുത്തണം. നിങ്ങൾ തിരുത്താൻ തയ്യാറാണെങ്കിൽ സമസ്തക്ക് അതിന്റെ രേഖ തരണം. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. സമസ്ത കൊടുത്ത ആ കത്തിന് മറുപടി തബ്ലീഗ് ജമാഅത്ത് കൊടുത്തിട്ടില്ല. അത് കിട്ടാതെ വന്നപ്പോഴാണ് സമസ്ത പറഞ്ഞത്, സാധാരണക്കാരൻ വഞ്ചിതനായി പോകും, അവരിതിൽ അകപ്പെട്ടു പോകും. ഇവരുടെ വേഷവും സംസ്കാരവും പെരുമാറ്റവും ആരാധനാ രീതിയും കാണുമ്പോ ആളുകൾ അറിയാതെ അതിലകപ്പെട്ടു പോകും. അതിലൂടെ അവരുടെ ഈമാൻ ചോർന്നു പോകും. അതുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്തിനെ ബോധവൽക്കരിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത തബ്ലീഗ് ജമാഅത്തിനെ ഗൗരവത്തോടുകൂടെ കാണണമെന്ന് സമുദായത്തോട് പറഞ്ഞു. അവര് പുത്തൻ പ്രസ്ഥാനങ്ങളിൽ പെട്ടതാണ് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിച്ചു. അതോടുകൂടെ തബ്ലീഗ് ജമാഅത്ത് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു പ്രസ്ഥാനമാണ് എന്ന് മലയാളികളായ മുസ്ലിമീങ്ങൾക്ക് ബോധ്യം വന്നു. അതിന്റെ പേരിൽ സമസ്തയെ ആക്ഷേപിച്ചു ഒരുപാട് ആളുകൾ. തബ്ലീഗ് ജമാഅത്തിന്റെ ആശയ വൈകല്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് അവര് പിഴച്ചതാണ് എന്ന് പറഞ്ഞ പാപം ചെയ്തതിന്റെ പേരിലാണ് സമസ്തയുടെ അന്നത്തെ മുഷാവറ അംഗങ്ങൾക്ക് നേരെ ആക്ഷേപങ്ങൾ ഉയർന്നത്. അതിന്റെ പേരിലാണ് അവർ ആക്രമിക്കപ്പെട്ടത്. അതിന്റെ പേരിലാണ് അതുവരെയും ഒരുമിച്ച് നടന്നവർ, അതുവരെയും ഒരുമിച്ച് പ്രസംഗിക്കാൻ പോയവർ, അതുവരെയും ഒരുമിച്ച് പ്രവർത്തിച്ചവർ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെയാണ് അവർ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സമാന്തര സംഘടന ഉണ്ടാക്കിയത്. കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയുള്ള ഒരു ദുരനുഭവം നമ്മൾ കാണുന്നു. ഒരു കറുത്ത അധ്യായം നമ്മൾ കാണുന്നു. ആദർശ വൈകല്യമുള്ള ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ആദർശബന്ധിതമായ ഒരു സംഘടന തീരുമാനമെടുത്തു എന്ന ഒറ്റ കാരണത്താൽ അവരെ പഴി പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയവർ പകരം ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ആദർശാധിഷ്ഠിത പ്രസ്ഥാനത്തെ എതിർക്കാൻ അവര് മുന്നോട്ട് വന്നു എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. ആ അഖില അസ്തമിച്ചു പോയത് എന്തുകൊണ്ടാ? ആ അഖില നാമാവിശേഷമായി പോയത് എന്തുകൊണ്ടാ? കോഴിക്കോട് കുറ്റിച്ചിറയിലെ ആയിരങ്ങൾ പങ്കെടുത്ത മഹാസമ്മേളനത്തിൽ അഖിലയുടെ പേരിൽ അന്നിറങ്ങിപ്പോയ ആളുകൾ നാട്ടിലാകെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോ അതിനെ വിശദീകരിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ മഹാസമ്മേളനം. സമസ്തയുടെ ഉലമാക്കളുണ്ട്, ആദർശധീരരായ പണ്ഡിതന്മാരുണ്ട്, മുഷാവറയിലെ ബഹുമാന്യരായ അംഗങ്ങളുണ്ട്. ആ സമ്മേളനത്തിൽ വിളിച്ചുകൊണ്ടാണ് മഹാനായ സയ്യിദ് PMS പൂക്കോയത്തങ്ങൾ പറഞ്ഞത്, ഇവിടെ അഖിലയും വേണ്ട, കൊകിലയും വേണ്ട, ഇവിടെ സമസ്ത മതി. നിങ്ങൾ നോക്കൂ, ആ കാലഘട്ടത്തിലെ വെല്ലുവിളിയെ നേരിടാൻ മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് നിന്നു. ആദർശം പ്രധാനമാണ്. ആദർശത്തിന് നേരെ വരുന്ന വെല്ലുവിളികളെ ഒറ്റക്കെട്ടായി നേരിടണം. ഈ പണ്ഡിതന്മാർക്ക് കരുത്തു പകരണം എന്ന് മഹാനായ സയ്യിദ് PMS പൂക്കോയത്തങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചപ്പോ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് വല്ലാത്ത കൊടുങ്കാറ്റാകുമെന്ന് പലരും കരുതിയിരുന്ന അഖില കേവലം ഒരു ചുഴലിക്കാറ്റ് പോലുമാകാതെ അസ്തമിച്ചു പോയി എന്നുള്ളത് സമസ്തയുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന വസ്തുതയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. കേരളത്തിൽ മതം പറയാൻ അർഹതയുള്ള വിഭാഗം ആരെന്ന് ചോദിച്ചാൽ അതിന് പറയാവുന്ന ഉത്തരമാണ്, അത് പറയാനുള്ള അവകാശം സമസ്തക്കാണ്. നമ്മൾ മാത്രം പറയുന്ന അവകാശവാദമല്ലത്. ഈ മുഷാവറ അംഗങ്ങൾ പറയുന്ന അവകാശവാദമല്ല.
അവരിൽ ഓരോരുത്തരും ഒരുപക്ഷെ നമുക്ക് നിസ്സാരന്മാരായി തോന്നാം. പക്ഷെ മുശാവറ അംഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ഒരുമിച്ച് കൂടലിന്, ഒത്തുചേരലിന് ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹു അതിന് പ്രത്യേകമായ ഒരു കഴിവ് കൊടുക്കും. എല്ലാവരും കൂടി ഒരു ബാത്തിലിന്റെ പേരിൽ ഒരുമിച്ച് നിൽക്കൂല. മുസ്ലിം ഉമ്മത്തിന്റെ ഈ പണ്ഡിത നേതൃത്വം ഒരുമിച്ച് ബാത്തിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പിന്തുണച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കൂല. അതുകൊണ്ട് തന്നെ കേരളീയ പശ്ചാത്തലത്തിൽ മതം പറയാനുള്ള അവകാശം ഇവിടെയുള്ള മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ പോലും ഇസ്ലാം മതപരമായ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ അത് പറയാൻ വേണ്ടി ഉറ്റുനോക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയിലേക്കാണ്. അതാണ് അതിന്റെ പാരമ്പര്യം. നിങ്ങൾ ഓർക്കുന്നില്ല MES ചെയ്യുന്ന സേവനങ്ങൾ ചെറുതല്ല. MES കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സ്കൂളുകൾ, കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, കേരളത്തിന്റെ മുസ്ലിം വിദ്യാഭ്യാസ പുരോഗതിയിൽ MES ചെയ്ത സേവനങ്ങൾ ചെറുതായി കാണാൻ കഴിയൂല. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് MES. പള്ളി ദർസ് നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല, മദർസ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല. MESന്റെ പണി അറബി കോളേജ് ഉണ്ടാക്കലല്ല. MESന്റെ പണി ആദർശ സമ്മേളനം നടത്തലല്ല. MESന്റെ പണി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കലാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യം ചോദിച്ചു വാങ്ങി ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പരമാവധി അത് ഉപയോഗപ്പെടുത്തലാണ്. എല്ലാവരും അതിന്റെ കൂടെ കൂടി, എല്ലാവരും സഹായിച്ചു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പണപ്പിരിവ് നടത്താൻ പലയിടങ്ങളിലും നടന്നു പോയിരുന്നു MESന് വേണ്ടി. MESന് ഫണ്ടുണ്ടാക്കാൻ മഹാനായ തങ്ങൾ പണപ്പിരിവിന് വേണ്ടി അതിന്റെ നേതാക്കളോടൊപ്പം നടന്നിരുന്നു. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു MESനെ. കുറച്ചു കാലം കഴിഞ്ഞു, MESന് സ്ഥാപനങ്ങൾ കൂടാൻ തുടങ്ങി, അതിനുള്ള സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ തുടങ്ങി, അംഗീകാരം വർദ്ധിച്ചു വന്നു. MESന്റെ നേതാക്കളായ ചില ആളുകൾക്ക് തോന്നി, നമുക്കും എന്തുകൊണ്ട് മതം പറഞ്ഞുകൂടാ, നമുക്കെന്തുകൊണ്ട് ഫത്വ കൊടുത്തുകൂടാ, നമുക്കെന്തുകൊണ്ട് ശരീഅത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൂടാ. MESന്റെ നേതൃത്വം മതപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയപ്പോ അത് അപകടമാണ് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത അവർക്ക് മുന്നറിയിപ്പ് നൽകി. അവരോട് പറഞ്ഞു, നിങ്ങൾ മതപരമായ വിഷയത്തിൽ ഇടപെടരുത്, ഫത്വ പറയരുത്, മതവിധി പറയാൻ നിങ്ങൾ വരരുത്, അത് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ടതാണ്. ബഹുമാനപ്പെട്ട സമസ്ത അത് പറഞ്ഞപ്പോൾ അവഗണിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് വന്നു MESന്റെ നേതൃത്വം. ഇന്നത്തെ MESന്റെ നേതാവിന്റെ പിതാവ് അന്ന് നേതൃസ്ഥാനത്തുള്ള സമയമാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ, MESന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചുകൊണ്ട് മതവിഷയങ്ങളിൽ ഇടപെട്ടു, ശരീഅത്തിൽ ഇടപെട്ടു. അങ്ങനെയുള്ള അപകടകരമായ സമീപനങ്ങൾ കണ്ടപ്പോ അവസാനം ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞു, നമ്മളെല്ലാം കൂടി ഉണ്ടാക്കിയതാണ് MES, നമ്മളൊക്കെ സഹായിച്ചിട്ടുണ്ട്, പണ്ഡിതർ കൂടെ നടന്നിട്ടുണ്ട്, ഇവിടെയുള്ള സാദാത്തുക്കൾ അകമഴിഞ്ഞുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്ത് ഇതൊരു വലിയ സുഹൃതമാണെന്ന് കരുതി സംഭാവന കൊടുത്തിട്ടുണ്ട്. സമ്പന്നർ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ MESന്റെ പോക്ക് ശരിയല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനമെടുത്തു, ഇനി മുതൽ MESന്റെ പ്രവർത്തനങ്ങളിൽ ഈ നിലയിലാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിൽ നിന്നവർ പിന്തിരിയാത്ത കാലത്തോളം സമസ്തയുടെ പ്രവർത്തകർ MESുമായി സഹകരിക്കാൻ പാടില്ല. ഏതൊരു കാര്യത്തിലാണ് ഗൗരവമുള്ള തീരുമാനമെടുത്തത്, മതവിഷയങ്ങളിൽ അനർഹരായ ആളുകൾ ഇടപെട്ടു എന്നുള്ളതാണ് സമസ്ത കണ്ട കുറ്റം. അത് പറയേണ്ടി വന്നു സമസ്തക്ക്. ആലോചിക്കണം നമ്മൾ. ആ സന്ദർഭത്തിൽ അന്ന് നേതൃസ്ഥാനത്തുണ്ടായിരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. അദ്ദേഹമാണ് മുസ്ലിം ഉമ്മത്തിന്റെ മലയാളക്കരയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ്. ആലിമീങ്ങളോടൊപ്പം നടന്ന് മതപരമായ വിദ്യാഭ്യാസ കലാലയങ്ങൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയ അതേ കൈകളിലാണ് ഭൗതിക കലാലയങ്ങൾ ഉണ്ടാക്കാൻ MESന്റെ നേതാക്കളോടൊപ്പം നടന്ന് പണപ്പിരിവ് നടത്തി പ്രവർത്തിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ നമ്മൾ കാണുന്നത്. വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങിയപ്പോ അബ്ദുൽ ബാരി ഉസ്താദ് എന്ന സമ്പന്നൻ 25 രൂപയും തന്റെ സഹോദരൻ 5 രൂപയും യോഗത്തിൽ പങ്കെടുത്ത 17 ആളുകൾ ഓരോ രൂപയും കൊടുത്ത് 47 രൂപയുടെ മൂലധനവുമായി തുടങ്ങിയ വിദ്യാഭ്യാസ ബോർഡിന് വലിയ സംഖ്യ സംഭാവന ഉണ്ടാക്കി കൊടുത്തത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. കൊയിലാണ്ടിയിൽ നടത്തിയ വലിയ വഅദ്, ആ മതപ്രസംഗ പരമ്പര, ആ പരമ്പരയിലൂടെ
300 രൂപ മിച്ചം കിട്ടിയെന്നാണ് അന്നത്തെ ചരിത്രം. 75 കൊല്ലം മുമ്പ് 300 രൂപ എന്ന് പറയുന്നത് ചില്ലറ പൈസ അല്ല, അതൊരു വലിയ സംഖ്യയാണ്. വയത് കഴിഞ്ഞ് കിട്ടിയ മിച്ചമായ 300 രൂപ വിദ്യാഭ്യാസ ബോർഡിന് കൊടുത്തുകൊണ്ടാണ് മഹാനായ ഖായിദുൽ ഖൗം ഈ വലിയ സംരംഭത്തിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാരോട് ചേർന്ന് നിന്നത്. അതേ തങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പലരെയും കണ്ട് ഫണ്ട് പിരിച്ച് MESനെ വളർത്താൻ മുമ്പന്തിയിൽ നിന്ന മഹാനായ തങ്ങള്, അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റ് അല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണ്. ആ പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന തങ്ങൾ പറഞ്ഞു, മതം പറയാൻ MESന്റെ ആളുകൾ മുന്നോട്ട് വരരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അതിൽ നിന്ന് പിന്തിരിയാത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സമസ്ത സഹകരിക്കരുത് എന്ന് പറഞ്ഞ MESനോട് എന്റെ പാർട്ടി പ്രവർത്തകരെ നിങ്ങളും സഹകരിക്കാൻ പാടില്ല എന്നായിരുന്നു അന്ന് മഹാനായ ബാഫക്കി തങ്ങൾ തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടത്. എന്താ അർത്ഥം? MES തകരാൻ വേണ്ടിയല്ല, ഇവിടെ അവർ ചെയ്ത സേവനങ്ങൾ ചെറുതാണ് എന്ന് സൂചിപ്പിക്കാനല്ല, വിദ്യാഭ്യാസപരമായി മുസ്ലിമീങ്ങളെ പിറകോട്ട് വലിക്കണം എന്നുള്ളത് കൊണ്ടല്ല. മതം പ്രധാനമാണ്, ആദർശം പ്രധാനമാണ്. ആദർശത്തിനെതിരെ വരുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ, ഈ അപകടകരമായ പോക്കിനെ വെല്ലുവിളി, ഈ ഒരു മുന്നോട്ടുള്ള ഗമനത്തിനെ തടയാൻ ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനമെടുത്താൽ ആ സമസ്തയുടെ കൂടെ നിൽക്കലാണ് ഇവിടെയുള്ള സാദാത്തുക്കളുടെ, ഇവിടെയുള്ള ഉമറാക്കളുടെ, ഇവിടെയുള്ള നേതാക്കളുടെ കടമയെന്ന തിരിച്ചറിവാണ് മഹാനായ തങ്ങളെ കൊണ്ട് അത് പറയിപ്പിച്ചത്. ഞാൻ സൂചിപ്പിച്ചത്, അവിടെയും സമസ്ത എന്ത് സംഭവിക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ എന്ന് ചിന്തിച്ചില്ല. വെല്ലുവിളി നേരിടുന്നത് മതവിശ്വാസമാണ്, ആദർശമാണ്. ആ ആദർശം വെല്ലുവിളി നേരിടുമ്പോ മൗനം പാലിക്കാൻ പറ്റൂല. അവിടെ പ്രതികരിക്കേണ്ടത് പണ്ഡിതന്റെ ധർമ്മമാണ്. ആ ധർമ്മം നിർവഹിച്ചു ബഹുമാനപ്പെട്ട സമസ്ത. അത് നാൾ വഴികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന അനേകം ഉദാഹരണങ്ങളാണ്. ബഹുമാനപ്പെട്ട സമസ്ത അതിന് നിശ്ചയിക്കപ്പെട്ട അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ഇന്ന് വരെ പോയിട്ടില്ല, ആർക്കും കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത പോയതായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇന്ന ആളുകളെയാണ് നിശ്ചയിക്കേണ്ടത് എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. അവിടെ നിർണയിച്ച സ്ഥാനാർത്ഥി ഇന്ന ആളായതുകൊണ്ട് സമസ്തയുടെ പ്രതിനിധിയായി ഇന്ന ആളെ നിർണയിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനമെടുത്തിട്ടില്ല. മന്ത്രിസഭയിൽ അവസരം കിട്ടിയാൽ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ആരാണ് മന്ത്രിയാവേണ്ടത് എന്ന് അഭിപ്രായം പറയാൻ സമസ്ത പോയിട്ടില്ല. ബഹുമാനപ്പെട്ട സമസ്ത രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല. സമസ്തയെ മറയാക്കി രാഷ്ട്രീയത്തിന്റെ പേരിൽ ചില ആളുകൾ രംഗത്ത് വന്നപ്പോ അത് സമസ്തയല്ലെന്ന് തുറന്നു പറയാൻ ആർജവം കാണിച്ച പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പാരമ്പര്യം. എന്നാൽ ആ ഒരു മേഖലയിൽ നിന്ന് അഥവാ അധികാരികളിൽ നിന്ന് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങുന്നതിൽ ബഹുമാനപ്പെട്ട സമസ്ത അമാന്തം കാണിച്ചിട്ടില്ല. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ പുരോഗതിക്ക് വേണ്ടുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആദർശത്തിനെതിരായി വരുന്ന ഏത് വെല്ലുവിളികൾ ഉണ്ടായപ്പോഴും അതിനെതിരെ അധികാരത്തിൽ ആര് എന്ന് നോക്കാതെ പ്രതികരിച്ചിട്ടുണ്ട് സമസ്തയുടെ മുൻഗാമികൾ. അത് ജിഫ്രി തങ്ങളുടെ കാലത്ത് തുടങ്ങിയതല്ല, ഈ കഴിഞ്ഞ 2-3 കൊല്ലത്തിനിടയിലുള്ള പുതിയ സംഭവ വികാസങ്ങളല്ല. 1926 ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിക്കുന്നത്. 1928 രൂപീകരിച്ച് 2ാമത്തെ വർഷം ബഹുമാനപ്പെട്ട സമസ്ത ഇന്ത്യ എന്ന് പറയുന്ന ഈ മനോഹരമായ രാജ്യം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലാണെന്ന്. മതേതര ഗവൺമെന്റ് ഇല്ല, ജനാധിപത്യ സംവിധാനങ്ങളില്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ ഇടമില്ല, ഏകാധിപതികൾ ഭരിച്ചിരിക്കുന്ന കാലമാണ്. ആ കാലത്താണ് 2 കൊല്ലം മാത്രം പ്രായമുള്ള ഈ പണ്ഡിത സഭ അന്നത്തെ ഗവൺമെന്റിനോട്, ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിനോട്, അതിന്റെ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ പ്രദേശത്തെ അവരുടെ പ്രതിനിധികളായ ഡിസ്ട്രിക്ട് ബോർഡിനോട് ആവശ്യപ്പെടുന്നത് മതകലാലയത്തിൽ പഠിക്കുന്ന മക്കൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക് ഭൗതിക പഠനത്തിന് സൗകര്യമൊരുക്കണമെന്ന്. മതകലാലയത്തിലെ മുതഅല്ലിമീങ്ങൾക്ക്, കിതാബോധി പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭൗതിക പഠനത്തിന് സൗകര്യം തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് ശമ്പളം കൊടുത്ത് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് പറഞ്ഞത് വിപരീതങ്ങളുടെ കാലത്തല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപീകരിച്ച് 2 കൊല്ലം മാത്രം പ്രായമായ കാലത്ത് ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആ പാരമ്പര്യമാണ് നമ്മളവിടെ വായിച്ചെടുക്കുന്നത്. ഇന്ന് അധികാരത്തിലുള്ളവരോട് മഹാനായ ജിഫ്രി തങ്ങൾ ചോദിക്കുന്നുണ്ടാവാം, ഇന്നാലിന്ന് ആവശ്യങ്ങൾ വേണം,
വഖഫ് ബോർഡിന്റെ പ്രശ്നം വന്നപ്പോ അത് ചോദിച്ചിട്ടുണ്ട്. അധികാരികളിൽ നിന്ന് നീതി കിട്ടാതെ വരുമ്പോ കോടതിയിൽ പോയിട്ടുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട സമസ്ത വരാനിരിക്കുന്ന മഹാവിപത്തിനെ നോക്കിക്കണ്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത പോയത്. മറ്റ് പലരും മൗനം പാലിച്ചപ്പോഴും ശരീഅത്തിനെതിരെയുള്ള നീക്കത്തിൽ കോടതിയിൽ പോയ ഇന്ത്യ മഹാരാജ്യത്തെ കേരളത്തിന്റെ മണ്ണിലെ ഏക മുസ്ലിം സംഘടന അത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. മുത്തലാഖ് വിഷയം അതിലൊന്നാണ്. മുത്തലാഖ് എന്ന് പറയുന്നത് നമുക്കാർക്കും പരിചയമില്ല. നമ്മുടെ നാട്ടിലാരും മുത്തലാഖ് ചൊല്ലാറില്ല. തലാഖ് ചെല്ലുന്നത് പോലും വലിയ തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടെ പരിശുദ്ധ ദീൻ. നമ്മളാരും തലാഖ് ചെല്ലാൻ പ്രേരിപ്പിക്കാറില്ല. മഹല്ല് കമ്മിറ്റി അതിന് കൂട്ടു നിൽക്കാറില്ല. പണ്ഡിതന്മാർ അതിന് പ്രോത്സാഹനം കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ തലാഖ് പോലും വലിയ അപകടമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ്, ശരീഅത്താണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരീഅത്ത്. അതുകൊണ്ട് തന്നെ മുത്തലാഖ് എന്ന് പറയുന്നത് അത്യപൂർവമായി നടക്കുന്ന ഒരു സംഭവം മാത്രമാണ്. നമ്മുടെ നാട്ടിലെവിടെങ്കിലും മുത്തലാഖ് ചൊല്ലിയ ഒരു പെണ്ണിനെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ആരുടെയും അനുഭവത്തിൽ അങ്ങനെ തലാഖ് ചൊല്ലപ്പെട്ട ഒരു പെണ്ണിനെ കാണൂല. എന്നാൽ മുത്തലാഖ് എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീഅത്തിലുണ്ട്. അങ്ങനെ ഒരു സംഭവം ശരീഅത്തിലുണ്ട്. അത് ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഗമാണ്. മുത്തലാഖിനെതിരെ നിയമം വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങളുടെ സംഘടന മുത്തലാഖിന് മുമ്പേ എതിരാണ് എന്ന് പറഞ്ഞ് വരമ്പത്തിരുന്ന് ചിരിക്കലല്ല ബുദ്ധി. അത് ഇസ്ലാമിക ശരീഅത്തിലെ കൈവെക്കാനുള്ള തുടക്കമാണ് അവിടെ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സംഘടനകളും ഇസ്ലാമിന്റെ പേരിൽ പറയുന്ന, മുസ്ലിമിന്റെ പേര് പറയുന്ന എല്ലാ സംഘടനകളും മൗനം പാലിച്ചപ്പോ ഇത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞു സുപ്രീം കോടതിയിലേക്ക് നിയമ പോരാട്ടത്തിന് വേണ്ടി പോയ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത. അധികാരികളിൽ നിന്ന് കിട്ടേണ്ടത് ന്യായമായി കിട്ടാതെ വരുമ്പോ കോടതിയിൽ പോയി ചോദിച്ചു വാങ്ങാൻ സാധിക്കുന്നിടത്തോളം ബഹുമാനപ്പെട്ട സമസ്ത ശ്രമിച്ചിട്ടുണ്ട്. അത് സമസ്തയുടെ പാരമ്പര്യമാണ്. എന്നാൽ അധികാരികളിൽ നിന്ന് ഇഷ്ടമില്ലാത്ത സമീപനങ്ങൾ നേരിടേണ്ടി വരുമ്പോ അധികാരികളോട് ശക്തമായി പ്രതികരിക്കാനും സമസ്ത മടിച്ചു നിന്നിട്ടില്ല. അതും ജിഫ്രി തങ്ങളുടെ കാലത്ത് തുടങ്ങിയതല്ല. അതും പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടിന്റെ മുമ്പ്, ഏതാണ്ട് 4 വർഷം പൂർത്തിയായ സന്ദർഭത്തിൽ പോലും സമസ്തയുടെ മുശാവറയിൽ അത്തരം സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1926 രൂപീകരിച്ച് 4 വർഷം മാത്രം പൂർത്തിയായപ്പോ 1930 അന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് അപകടകരമായ ഒരു ആക്ട് പ്രഖ്യാപിക്കുന്നത്, ശാരദ ആക്ട്. നമുക്കറിയാം, നമ്മളത് പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അതിവിടെയുള്ള മുസ്ലിമീങ്ങളുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലാതെ മുസ്ലിമീങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ആക്ടാണ്. ആ ആക്ട് പ്രഖ്യാപിച്ചപ്പോ അന്നത്തെ ഭരണകൂടത്തോട് ഈ ആക്ടിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങൾ പ്രതിഷേധിക്കും, ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് പ്രമേയം പാസാക്കിക്കൊണ്ട് സർക്കാരിന്റെ സമീപനത്തെ ശക്തമായി എതിർത്തത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ജിഫ്രി തങ്ങൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ജിഫ്രി തങ്ങളുടെ കാലത്ത് പുതിയതെന്തെങ്കിലും ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത സഞ്ചരിക്കുന്ന പാത അത് ശരിയല്ലെന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവര് ചരിത്രം മനസ്സിലാക്കാത്തവരാണ്. അവർ ചരിത്രം പഠിക്കണം. ആദരിക്കേണ്ടവരെ ആദരിച്ച പാരമ്പര്യം ബഹുമാനപ്പെട്ട സമസ്തക്കുണ്ട്. അഹ്ലുബൈത്ത് നമുക്കറിയാലോ, അഹ്ലുബൈത്തിനെ ആദരിക്കാൻ പഠിപ്പിച്ചവരാണ് ബഹുമാനപ്പെട്ട സമസ്ത. മഹാന്മാരായ പാണക്കാട് കുടുംബത്തോട് വലിയ മഹത്വവും ബന്ധവുമുള്ളവരാണ് ബഹുമാനപ്പെട്ട സമസ്ത. മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അദ്ദേഹം മുശാവറയിൽ അംഗമാകുന്നതിന് മുമ്പേ, മുശാവറ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പേ മഹാനായ തങ്ങളെ അധ്യക്ഷ സ്ഥാനത്തിരുത്തി മുശാവറ യോഗം ചേർന്ന പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത. അഹ്ലുബൈത്തിനെ ആദരിക്കണമെന്ന് ഇവിടെയുള്ള ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അത് കേവലം രാഷ്ട്രീയത്തിന്റെ പേരിലല്ല, ഭൗതികമായ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുടെ പേരിലല്ല, പകരം അത് മതപരമായ കടമയാണ് എന്ന അർത്ഥത്തിൽ ഇവിടെയുള്ള വിശ്വാസി മനസ്സുകളെ പാകപ്പെടുത്തിയെടുത്തത് ഈ സംഘ സംവിധാനമാണ്, ഈ ആദർശ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പാത അത് യഥാർത്ഥമായ പാതയാണ്. അത് യഥാർത്ഥമായ പാതയാണ്, അഹ്ലുസുന്നയുടെ പാതയാണ്. അത് ഇസ്ലാമിന്റെ മറ്റൊരു പര്യായമാണ്. മലയാളക്കരയിലെ ഇസ്ലാമിന്റെ പര്യായം എന്ന് പറയാൻ പറ്റുന്ന വിധം മനോഹരമായ പാതയിലൂടെയാണ് ഈ ഒരു നൂറ്റാണ്ട് കാലത്ത് സമസ്തയുടെ
ഗമനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100ാം വാർഷികത്തിലേക്ക് ദിവസങ്ങൾ എണ്ണിക്കാത്തിരിക്കുമ്പോ ആത്മവിശ്വാസത്തോടു കൂടെ നമുക്ക് പറയാം, നമ്മൾ പിഴച്ചു പോയിട്ടില്ല. നമുക്ക് നേതൃത്വം നൽകിയവർ നമ്മളെ പിഴപ്പിച്ചിട്ടില്ല. നമ്മൾ പിഴക്കുമെന്ന് തോന്നുമ്പോഴൊക്കെയും നമ്മളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയവരാണ് മഹാനായ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ കണ്ണിയത്ത് ഉസ്താദിലൂടെ, പറവൺ ഉസ്താദിലൂടെ, ഷംസുൽ ഉലമയിലൂടെ, പാറന്നൂർ ഉസ്താദിലൂടെ, ചേലക്കാട് ഉസ്താദിലൂടെ, മഹാനായ ബാപ്പക്ക് തങ്ങളിലൂടെ, PMS പൂക്കോയ തങ്ങളിലൂടെ, മഹാനായ ശിഹാബ് തങ്ങളിലൂടെ, അതുപോലെയുള്ള മഹാന്മാരായ നേതാക്കളിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോ അടുത്ത നൂറ്റാണ്ടിലെ വരും തലമുറക്ക് ഒരു അപാകതയും ഇല്ലാത്ത വിധം, പാകപ്പിഴവുകളില്ലാത്ത വിധം, പോറലേൽക്കാത്ത വിധം ഈ ആദർശ വിശുദ്ധമായ സംഘ സംവിധാനത്തെ കൈമാറുക എന്ന ദൗത്യം നിർവഹിക്കാനാണ് നമ്മളൊക്കെയും 100ാം വാർഷികത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നത്. ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇത് ദീനാണ്, ഇത് ഹക്കാണ്, ഹക്കിന്റെ പാതയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. വിമർശനങ്ങൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും, നമ്മളെ കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങൾ ഉണ്ടാകും, അക്രമങ്ങൾ നേരിടേണ്ടി വരും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നൂറ്റാണ്ട് പഴക്കമുള്ള സമസ്തയുടെ, നൂറ്റാണ്ടോളം പഴക്കമുള്ള ചരിത്രത്തിലെ നാൾ വഴികളിലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പ്രചോദനമാവണം. ഈ എതിർപ്പുകൾക്കിടയിലും ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്താവണം. ഈ ഒരു 100ാം വാർഷിക സമ്മേളനം മഹാന്മാരായ ഉലമാക്കളോടൊപ്പം ആക്കിബത്ത് നന്നായി മരിക്കണമെന്ന നിയത്തോടുകൂടെ അഹ്ലുസുന്നയുടെ ആദർശവാഹകരായി മുന്നോട്ട് പോകാൻ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.